ഇപ്പോൾ KSRTC ഒരു ശരാശരി കളക്ഷൻ 7 കോടി 7.5 കോടിക്ക് ഇടയിൽ നിൽക്കും. അത്രയും കളക്ഷൻ വരുമ്പോൾ തന്നെ നമുക്കൊരു ദിവസം 1.5 കോടി രൂപ നഷ്ടമുണ്ട്. ഇതിൽ 1,19 ലക്ഷം രൂപ പഴയകാല കടങ്ങൾ ബാങ്കിൽ അടയ്ക്കുന്നതാണ്, ഇവരുടെ അടയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ 8.5 കോടിയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ 100 വണ്ടി, ആദ്യത്തെ 100 വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ 50 ലക്ഷം രൂപയുടെ കളക്ഷൻ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വണ്ടികൾക്കെല്ലാം മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഭൂരിപക്ഷം വണ്ടികളും വോൾവോ അടക്കം മുൻപ് കാലങ്ങളിൽ കിട്ടിയിരുന്ന വോൾവോ ബസ്സിനേക്കാൾ മൈലേജ് കൂടുന്ന ടെക്നോളജിയാണ് എടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി അതാണ്. അപ്പോൾ അവർ അന്ന് 3.5 കിട്ടുന്നെങ്കിൽ ഇപ്പം 4 മേളിൽ കിട്ടും. അതിൽ തന്നെ ആ വലിയ വണ്ടിയിൽ തന്നെ. സൂപ്പർ ഫാസ്റ്റിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസലിന് 4 താഴെയാണ്. ചിലപ്പോൾ 3 കിട്ടും, 3.5 കിട്ടുമാണ്. ഇപ്പോൾ പുതിയ വന്ന സൂപ്പർ ഫാസ്റ്റിൽ നമുക്കൊരു 5 അടുപ്പിച്ച് കിട്ടും. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഈ 50 ലക്ഷം രൂപയെങ്കിലും വർദ്ധിക്കും. ജീവനക്കാരെ സഹകരിച്ച് ജനങ്ങളും ഇതിൽ വിശ്വസിച്ചാൽ യാത്രക്കാരെ എണ്ണം കൂടി 8.5 കോടി രൂപയിലേക്ക് ഇത് വരും. 8.5 കോടി രൂപയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള നഷ്ടം കുറച്ച് KSRTC എവരി ഡേ ഒന്നുകിൽ ബ്രേക്ക് ഇവനാക്കാം. നഷ്ടവുമില്ല, ലാഭമില്ല. ഇന്നത്തെ കളക്ഷൻ, അത് ഇന്നത്തെ വരവും ഇന്നത്തെ ചെലവും, ഈ ബാങ്ക് ലോൺ അടക്കം, റീപേയ്മെൻറ്റ് ഓഫ് ദ ബാങ്ക് ലോൺ, ഇതടക്കം KSRTC നമുക്ക് നഷ്ടത്തിൽ നിന്ന് മാറ്റിയിട്ട് എവരി ഡേ ഇതൊരു ലാഭത്തിലോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമില്ലാത്ത പൊസിഷനിലേക്ക് വരാൻ 8.5 കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്.